നമ്മുടെ ഗോവിന്ദച്ചാമി നമ്മുടെ ഗോവിന്ദച്ചാമി അല്ല, മൊത്തത്തില് ഇപ്പോ ചർച്ചയായ ഗോവിന്ദച്ചാമി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പുറത്ത് കിട്ടിക്കഴിഞ്ഞാല് നാട്ടുകാർക്ക് ഇപ്പം നല്ല അവസരമാണ്. ജയിലിൽ ചാടി ഒന്നാമത്തെ കാര്യം. ഇപ്പൊ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ശരിക്കും അറിഞ്ഞ് പെരുമാറാൻ നാട്ടുകാർക്ക് ഒരു അവസരമാണ് ഇവിടെ കിട്ടാൻ. അത് 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടാ പോലീസ് തന്നെ അറിഞ്ഞു. അയാളിപ്പോൾ എത്ര സംസ്ഥാനം കടന്നിട്ടുണ്ടാവും. എന്തായാലും അറിയാം കേരളത്തിൽ നിന്നാ പണി കിട്ടുമെന്ന് അറിയാം. കാരണം കേരളത്തിലെ പോലെ വാർത്തകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രേക്ഷകർ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കുറവാണ്. തമിഴ്നാട്, കർണാടകയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാർത്ത കാണുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഞാൻ സംഭവം പോലും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കേസിലാണ് ഗോവിന്ദച്ചാമി ജയിലിലായിരിക്കുന്നത്? വെറും മോഷണ കേസല്ല, പിടിച്ചുപറി കേസല്ല. ഒരു പെൺകുട്ടിയെ ട്രെയിനിനകത്ത് നിന്നും വലിച്ചു പുറത്തിട്ടിട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസ്, തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിലാണ് ജയിലിലായത്. സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്ന് പറയുമ്പം ഉള്ളുലഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു അമ്മയുണ്ട് ഈ നാട്ടിൽ. ആ അമ്മയ്ക്ക് ചിലത് പറയാനുണ്ടാവും. അവരുടെ പ്രതികരണം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒന്ന് വിശദാംശം ശരിക്കും അവർ ഈ പറഞ്ഞ സൗമ്യയുടെ അമ്മ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയവനാണ്, എൻ്റെ ശരീരം വിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് തലറങ്ങി വീണിരിക്കുകയാണ് അമ്മ. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം, അല്ലെങ്കിൽ തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന രീതിയിൽ വരെ പറഞ്ഞു എന്നാണ് പറയുന്നത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതറിഞ്ഞ് ഞെട്ടിവിറച്ച് മോഹാലസ്യപ്പെട്ട് സൗമ്യയുടെ അമ്മ ഇത്രയും വലിയ ജയിൽ ഇവൻ എങ്ങനെ ചാടി, തൻ്റെ ശരീരം വിറയ്ക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണമെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. പുറത്തുനിന്ന് സഹായം ലഭിക്കാതെ ജയിൽ ചാടാൻ കഴിയില്ലെന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും അമ്മ കുറ്റപ്പെടുത്തി. ബന്ധുക്കളും മറ്റും പറഞ്ഞാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം അവർ അറിയുന്നത്. ഇതോടെ അവർ ഭയചകിതയായി. ഞാനിതിപ്പോഴാണ് അറിഞ്ഞത്, വീട്ടിൽ ടി വി ഇല്ല, എത്രയും വലിയ ജയിൽ ഇവനെങ്ങനെ ചാടി, ഇതിന് സഹായം ലഭിച്ചിരിക്കുമല്ലോ, എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം, വൈകിയത് കുറ്റകരം, ജയിലധികൃതർ ഇത് അറിയാൻ വൈകിയത് കുറ്റകരം, പെൺകുട്ടിയെ പിച്ച് ചീന്തിയവനാണ്, ശരീരം വിറച്ചിട്ട് എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞ് തലറങ്ങി വീഴുകയായിരുന്നു, നമ്മുടെ പോലീസ് അവനെ പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായെന്നും അവർ പ്രതികരിക്കുകയുണ്ടായി. ഗോവിന്ദച്ചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപക തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പുലർച്ചെയാണ് ജയിൽ ചാടിയത്. 10ാം ബ്ലോക്കിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 9446899506 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കാരണം 100-ൽ വിളിച്ചാൽ മിക്കവാറും ഫോണൊന്നും എടുക്കത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഈ നമ്പർ കൊടുത്തിരിക്കുന്നത്. അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കായിരുന്നു എന്നാണ് വിവരം. സെല്ലിലെ കമ്പി വളച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയെന്ന് സംശയിക്കുന്നു. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് കേസ്. തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. 2016-ലാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത്. കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാ വിധി റദ്ദാക്കിയത്. അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷതമാണ് മരണകാരണമായത്. എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു. വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദച്ചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ വിധി. ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിനു പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ 23-കാരിയായ ജീവനക്കാരി ക്രൂരപീഡനത്തിനിരയായത്. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനിപ്പോൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങൾ കടന്നിട്ടുണ്ടാവാനാണ് സാധ്യത. തമിഴ്നാട്ടിലേക്ക് എത്താനുള്ള സാധ്യത വിരളമാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കർണാടക വഴി അങ്ങനെ ഈ ഗോവയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ വഴിക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അല്ലേ? ബിഞ്ചേട്ട, കണ്ണൂർ പോലുള്ള സ്ഥലത്ത് നിന്ന് ഏറ്റവും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത് കർണാടകയിലേക്കാണ്.
കാരണം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കർണാടകയായി. അങ്ങനെയാണ് പിന്നെ മംഗലാപുരം എത്തും. ഇനി അതല്ല ഇരിട്ടി വഴി പോവുകയാണെങ്കിൽ കൂട്ടുപുഴ, ഇനി അതല്ല വയനാട് വഴി പോവുകയാണെങ്കിൽ മറ്റേ മൈസൂരിലേക്ക് കയറാനുള്ള എളുപ്പ വഴികൾ. ട്രെയിൻ എന്തായാലും അവൻ തെരഞ്ഞെടുക്കത്തുള്ളൂ, കാരണം കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. ട്രെയിൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒറ്റ വഴിയുള്ളത് മംഗലാപുരം വഴി രക്ഷപ്പെടാനുള്ള വഴി. മിക്കവാറും ബിൻചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ പഴയ കാല ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ട്രെയിനിലാണല്ലോ ഇയാളുടെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത്. മോഷണവും പിടിച്ചുപറിയും എല്ലാ ക്രിമിനൽ പശ്ചാത്തലവും ഇയാളുടെ ട്രെയിനിനകത്താണ്. അപ്പം സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ആൾ ഒന്നുകിൽ കണ്ണൂർ മറ്റേ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് പഴയങ്ങാടി, കണ്ണപുരം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോകണം. സ്വാഭാവികമായിട്ടും ആ രാത്രി സമയങ്ങളിൽ ഈ പഴയങ്ങാടി, കണ്ണപുരം ഭാഗത്തേക്ക് വണ്ടികൾ 1.5 മണിക്ക് വണ്ടികൾ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നീട് ഇയാൾക്ക് എത്താൻ പറ്റുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന് ഏറ്റവും അടുത്തുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അത് നടന്നെത്താവുന്ന ദൂരത്തൊക്കെ ഉള്ളൂ. ഒരു 1:15 അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വേണ്ട നടന്ന് അവിടെ എത്താൻ. ഇനി ഏതെങ്കിലും വണ്ടിക്ക് വല്ല ലോറിക്കോ എല്ലാം കൈ കാണിച്ച് കയറി പോവുകയാണെങ്കിൽ തന്നെ വളരെ വേഗത്തിലെത്തും. രാത്രി കാലങ്ങളിൽ മംഗലാപുരം ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് കയറിയിട്ട് ബാത്റൂമിൻ്റെ സൈഡിലിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ ഇവിടെ പോലീസുകാർ അറിഞ്ഞ് പോലീസ് CCTV ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് മംഗലാപുരത്ത് എത്തിയിട്ട് രക്ഷപ്പെടാനുള്ള എളുപ്പമാണ്. ഇൻ കേസ് ഇയാൾ കർണാടകയിൽ കയറി എന്ന് വിചാരിക്കുക, കേരള പോലീസ് കുറച്ച് ബുദ്ധിമുട്ടും അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ. എങ്ങനെ കണ്ടുപിടിക്കും? ആരോട് ചോദിക്കും? അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. സാധാരണ ഇതിലിപ്പം ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയൊക്കെയാണല്ലോ വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. ഇനി ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല വിചാരിക്കാം. നമുക്ക് ഒരു സിനിമ സ്കൂപ്പ് വെച്ച് നമ്മൾ പരിശോധിക്കാം, സിനിമ സ്റ്റൈലിൽ നമ്മൾ പരിശോധിക്കുന്നത് വിചാരിക്കാം. പോലീസിൻ്റെ അന്വേഷണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇയാൾക്ക് സാധ്യത എന്താ? ഏതെങ്കിലും ലാൻഡ് ഫോണിൽ നിന്ന് ഇയാളുടെ വീട്ടിലോട്ട് കോൺടാക്ട് ചെയ്യണം. ഇയാൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ വീട്ടിലെ ആൾക്കാരും ഒന്നുമില്ല. പിന്നെ ഇയാൾ ആരെ കോൺടാക്ട് ചെയ്യണം? ഒരാളെയും കോൺടാക്ട് ചെയ്യാനില്ല. ഇയാളുടെ പഴയ പരിപാടി മോഷണവും കാര്യങ്ങളുമായിട്ട് ഇയാൾ രക്ഷപ്പെട്ടിടത്ത് അങ്ങ് പോകാൻ പറ്റും ഇയാൾക്ക്. ഇനിയിപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഇനി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ആയിരിക്കും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടാവുക. കാരണം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് മിൽമയുടെ ഭാഗത്തേക്ക്, അതായത് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ മിൽമയുടെ ആ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഏറ്റവും അടുത്തൊരു ജംഗ്ഷൻ അതാണ് കണ്ണൂരിലെ മിൽമ ഡയറിയുടെ ഒരു ജംഗ്ഷൻ. പിന്നീട് വരുന്നത് ഇപ്പോഴത്തെ പള്ളിക്കുന്ന് പോലുള്ള ജംഗ്ഷനാണ്. ഈ 2 ജംഗ്ഷനിൽ നിരവധി CCTV ക്യാമറകൾ ഉണ്ടാകും കടകളുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അതല്ല, ഇടവഴിയിലൂടെ കയറി കഴിഞ്ഞാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. പക്ഷേ ആ വഴികൾ ഈ ഗോവിന്ദച്ചാമിക്ക് അറിയാൻ വളരെ കുറവായിരിക്കും. അല്ല, അതിപ്പോ കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ 2 മണിക്ക് ഇയാൾ 1:30 ജയിലിൽ ചാടുന്നത്, 1:15. ഇപ്പൊ CCTV ദൃശ്യം എടുക്കുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കുള്ളിൽ ഇയാൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോഴും ഇയാൾക്ക് എങ്ങോട്ട് പോകുന്നൊന്നും പിന്നീട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യത്തിൽ ഇവർക്ക് വ്യക്തത കിട്ടും. ഒന്നുകിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തേക്കാണോ, അതല്ല തളിപ്പറമ്പ് ഭാഗത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കിട്ടും. ആ വ്യക്തതയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണെങ്കിൽ പിന്നീട് ഇവർ നോക്കേണ്ടത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ വന്നിട്ടുണ്ടോ, അവിടുത്തെ CCTV പരിശോധിച്ചിട്ട് ഏതെങ്കിലും ട്രെയിൻ കയറിയിട്ടുണ്ടോ എന്നുള്ളത്. ഇയാൾ ഒരിക്കലും സ്റ്റേഷനിൽ ചെന്നായിരിക്കില്ല കയറുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ചാടി കയറുന്ന ആളായതുകൊണ്ട് സ്റ്റേഷന് മുൻപുള്ള ഏതെങ്കിലും ഭാഗത്തോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഭാഗത്തുനിന്നേ കയറത്തുള്ളൂ. 2 സ്ഥലങ്ങളുണ്ട് അവിടെ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഈ എന്താ പറയാ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഔട്ടർ വിൻചേട്ടൻ പോർട്ടിലാണല്ലോ. അപ്പൊ ആ ഔട്ടറിൽ അവിടെ വണ്ടി സ്ലോ ആകും. ഏത് വണ്ടി അവിടെ സ്ലോ ആകും, അവിടുന്ന് കയറാം. ഇനി അതല്ല, അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പും ചെറിയ 2 പാലങ്ങളുണ്ട്. അതായത് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അവിടെ എപ്പോഴും ട്രെയിൻ വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പം നമ്മളെല്ലാവരും അറിയുന്ന രാവിലെ 7 മണിക്കാണല്ലോ ഈ വാർത്ത അറിയുന്നത്. ഇത് 2 മണിക്കാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ട്രെയിനിൽ ചെന്ന് ഇയാൾ ഒരു ഭിക്ഷക്കാരനെ പോലെ കയറിയാൽ പോലും ആരും, അതായത് ഗോവിന്ദചാമിയാന്ന് ആരും അറിയില്ല. പിന്നെ ഇയാൾ ഈ പറഞ്ഞതുപോലെ ഉടുപ്പി ഒക്കെ കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ മലയാളികളും ഇല്ലല്ലോ. ഇല്ല, മംഗലാപുരം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് വസ്തുത. കേരള പോലീസ് എന്തായാലും ഗോവിന്ദചാമിയെ കണ്ടുപിടിക്കാൻ കുറച്ച് വേർക്കേണ്ടി വരും. ഇനി എത്ര വേർത്തിട്ടായാലും ഗോവിന്ദചാമിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വലിയ ഒരു വഴി കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.